എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചിയർ ലീഡിംഗ് പ്രാക്ടീസിൽ ക്ലോയി കാരണം താഴെ വീഴുന്ന ഫെലിക്ക് പ്രോപ്പറായി നടക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന ജോർദൻ അവളെ എടുക്കുന്നുണ്ട്. ക്ലോയിയുടെ മുന്നിൽ താൻ വീക്കാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താഴെ ഇറക്കാൻ ഫെലി പറയുന്നു. ജോർദനും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഒരു വിധത്തിൽ ഫെലി നടന്ന് അവിടുന്ന് പോകുന്നുണ്ട്. രാഗ ദേഷ്യത്തിൽ നേരെ ക്ലോയിയുടെ അടുത്ത് വരുന്നു. നീ ഇതിനെ ഫെലിയോട് ഇങ്ങനെ ചെയ്തെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. രാഗ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് ക്ലോയ്ക്ക് മനസ്സിലാകുന്നില്ല. നീ എന്തിനാ ഫെലിയോട് ഇങ്ങനെ ചെയ്തെന്ന് രാഗ വീണ്ടും ചോദിക്കുന്നു. പക്ഷെ ക്ലോയി അവന്റെ മുന്നിൽ ഇന്നോസെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, അവൾ സ്വയം വീണയാണ്. ചിലപ്പോൾ ഫെലി ആദ്യമായല്ലേ ചിയർ ലീഡിംഗ് ക്ലബിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് ഈ സ്റ്റണ്ട് എങ്ങനെ ചെയ്യണമെന്ന് പ്രോപ്പറായി അറിയില്ലായിരിക്കും എന്ന് ക്ലോയി പറയുന്നു. ഇവൾ കള്ളം പറയാണെന്ന് രാഗയ്ക്ക് അറിയാമായിരുന്നു. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും വീട്ടിലേക്ക് വരുന്നു. നിന്റെ കാലിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജോർദൻ ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് ഫെലി പറയുന്നുണ്ട്. നാവിറോ ഹെൽഗയും അപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ദേഷ്യത്തിൽ റൂമിലേക്ക് പോകുന്നു. ഇതെല്ലാം കാണുന്ന ഫെലി ഇവർക്ക് എന്തു പറ്റിയെന്ന് കൺഫ്യൂസായി ജോർദനോട് ചോദിക്കുന്നുണ്ട്. തനിക്കും അറിയില്ലെന്ന് ജോർദൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നാവിറോ കിച്ചണിൽ നിന്ന് എന്തോ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഫെലി അവിടേക്ക് വരുന്നുണ്ട്. നീ ഇതെന്ത് ചെയ്യുകയാണെന്ന് അവൾ ചോദിക്കുന്നു. ഇന്നലെ നീ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കണ്ട് ഞാനും ഇൻസ്പയർ ആയി. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകാണ്, അതോ ഫ്രൈഡ് റൈസ് എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഫെലി ഹാപ്പിയായി. നിനക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കുന്നു. ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, നീ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് നാവിറോ പറയുന്നു. നാവിറോ ഇത്രയും നന്നായി കുക്ക് ചെയ്യുന്ന കണ്ട് നീ കുക്കിംഗ് എവിടുന്നാ പഠിച്ചതെന്ന് ഫെലി ചോദിക്കുന്നു. എൻ്റെ മദറാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഒരുപാട് സ്ട്രെസ് തോന്നുമ്പോൾ ഞാൻ കുക്ക് ചെയ്യും. എൻ്റെ മദറും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അവൻ പറയുന്നു. ഫ്രൈഡ് റൈസ് കുക്കായ ശേഷം ഫെലി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോൾട്ടിൻ്റെ ചെറിയ കുറവുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ സോൾട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടേസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഫെലി പറയുന്നുണ്ട്. ഇത് കേട്ട് നാവിറോയും ഒരുപാട് ഹാപ്പി ആകുന്നു. ഈ അവസരത്തിൽ അവൾ അവനോട് നിനക്കും ഹെൽഗയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് ചെയ്യുന്നത് സെയിം ഗേളിനെയാണ്. ഇതിന് പിന്മാറാൻ ഞങ്ങൾ രണ്ടാളും തയ്യാറല്ലെന്ന് നാവിറോ പറയുന്നു. നീ ഹെൽഗയോട് സംസാരിച്ച് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ഫെലി പറയുന്നുണ്ട്. ഹെൽഗയ്ക്ക് ഭയങ്കര വാശിയാണ്. അവൻ ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ലെന്ന് നാവിറോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ രാഗയോടോ ജോർദനോടോ സംസാരിച്ച് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ഫെലി പറയുന്നു. ഞങ്ങൾ 4 പേരും നീ വിചാരിക്കുന്ന പോലെ അത്രയും ക്ലോസ് ഒന്നും അല്ലെന്ന് നാവിറോ പറയുന്നു. ഇത് കേട്ട് ഫെലി ജോർദന് മെസ്സേജ് ചെയ്യുന്നു. ഇവിടെ വെച്ച് സീൻ കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹെൽഗ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർദനും ഫെലിയും മറഞ്ഞു നിന്ന് അവനെ നോക്കുന്നുണ്ട്. രാഗ നിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാണെന്ന് ജോർദൻ ഹെൽഗയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു. പക്ഷെ ഹെൽഗ അവൻ പറയുന്ന ഒരു കാര്യത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഹെൽഗ അവിടെ നിന്ന് എണീക്കാതിരിക്കുന്നത് കാണുമ്പോൾ ജോർദന് ഒരു ഐഡിയ തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ചെന്നില്ലെങ്കിൽ നിന്റെ വീഡിയോ ഗെയിംസ് എല്ലാം രാഗ എടുത്ത് കളയുമെന്നും അവൻ എന്നോട് പറഞ്ഞെന്ന് ജോർദൻ പറയുന്നു. ഇത് കേട്ട് ഹെൽഗ പേടിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നു. നാവിറോ ഓൾറെഡി ഹെൽഗയുടെ റൂമിലുണ്ടായിരുന്നു. അവൻ അവിടെ അവൻ്റെ വാച്ച് അന്വേഷിക്കുകയാണ്. നാവിറോയെ തൻ്റെ റൂമിൽ കണ്ട് ഹെൽഗ ദേഷ്യപ്പെടുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ വാച്ച് മിസ്സിംഗ് ആണ്, സോ ഞാൻ അത് അന്വേഷിക്കുകയാണെന്ന് നാവിറോ പറയുമ്പോൾ നിനക്കെന്താ നിന്റെ വാച്ച് ഞാൻ എടുത്തെന്ന് തോന്നുന്നുണ്ടോയെന്ന് ഹെൽഗ ചോദിക്കുന്നു. നാവിറോ അതേന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഇതിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഹെൽഗയുടെ റൂമിലെ ഡോർ ക്ലോസ് ആകുന്നുണ്ട്. നാവിറോ വന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ അവൻ പറയുന്നു. ഇതെല്ലാം ഫെലിയുടെയും ജോർദൻ്റെയും പ്ലാൻ ആയിരുന്നു. അവരാണ് ഡോർ ക്ലോസ് ചെയ്യുന്നത്. ഈ ഡോറ് 1 അവർ കഴിഞ്ഞ് മാത്രമേ തുറക്കുള്ളൂ. ഈ ടൈം കൊണ്ട് നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ഫെലി അവരോട് പറയുന്നു. പക്ഷേ നാവിറോ ഡോറിൽ ഇങ്ങനെ തട്ടുന്ന കാണുമ്പോൾ നീ ഡോറിനെ ഇങ്ങനെ പുഷ് ചെയ്യാതിരിക്കൂ, മിക്കവാറും ഡോർ തന്നെ ചീത്തയാകുമെന്ന് ഹെൽഗ പറയുന്നു. ഇതൊന്നും കേൾക്കാതെ നാവിറോ വീണ്ടും ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽഗ വന്ന് അവനെ ബെഡിലേക്ക് പുഷ് ചെയ്യുന്നു. നിനക്കെന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം പില്ലോ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഈ ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് ജോർദൻ ചോദിക്കുമ്പോൾ ഓർഫനേജിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഏതെങ്കിലും കുട്ടികൾ മറ്റു കുട്ടികളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവരെ ഇതുപോലെ റൂമിൽ ക്ലോസ് ചെയ്യും.
വെളിയിറങ്ങുമ്പോഴേക്കും അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ടായിരിക്കുമെന്ന് അവൾ പറയുന്നു. അവളുടെ ഈ ഐഡിയ ജോർദന് ഇഷ്ടമാകുന്നുണ്ട്. അതേസമയം അകത്ത് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടയേർഡാകത്തേ ഉള്ളൂ. നമുക്കൊരു ഡീൽ ചെയ്യാമെന്ന് നാവിറോ പറയുന്നു. എന്ത് ഡീലാണെന്ന് ഹെൽഗ ചോദിക്കുമ്പോൾ ആദ്യമായാണ് ഒരു ഗേളിൻ്റെ പേരിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പരസ്പരം ഒരു ഡീലിലെത്താമെന്ന് നാവിറോ പറയുന്നു. നമ്മൾ രണ്ടുപേരും നമ്മുടെ ഫീലിങ്സ് മോണിക്കയോട് കൺഫസ് ചെയ്യുന്നു. അവൾ ആരെയാണോ ചൂസ് ചെയ്യുന്നത് മറ്റേയാൾ തോറ്റ് പിന്മാറണം. നമ്മളെ രണ്ടുപേരെയും അവൾ ചൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഹെൽഗ ചോദിക്കുമ്പോൾ അങ്ങനെയായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ വരില്ലായിരുന്നുവെന്ന് നാവിറോ പറയുന്നു. നമ്മൾ നമ്മുടേതായ രീതിയിൽ അവളോട് കൺഫസ് ചെയ്യും. ആരെ വേണമെന്ന് മോണിക്ക തീരുമാനിക്കട്ടെ എന്ന് നാവിറോ പറയുന്നു. ഈ ഡീല് ഹെൽഗ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. റൂമിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ടും കേൾക്കാതെയാകുമ്പോൾ ഫെലി ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നാവിറോ സ്മൈല് ചെയ്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നു. തൻ്റെ ഹെൽഗയുടെ ഇടയ്ക്കുള്ള പ്രശ്നം സോൾവ് ആയതിൽ അവൻ ഹാപ്പി ആയിരുന്നു. ഫെലിയും ജോർദനും ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ഒരുപാട് ടെൻഷനിൽ റൂമിന്റെ വെളിയിലേക്ക് വരികയാണ്. ജോർദൻ അവിടേക്ക് വരുന്നു. നീ ഇന്ന് ഫ്രീ ആണോ? നിന്റെ ഫേസ് കണ്ടിട്ട് ഇത്രയും ടെൻഷനിൽ എന്താണെന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ ആർട്സ് അസൈൻമെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്ന് തനിക്കൊരു ക്ലൂവും ഇല്ലെന്ന് ഫെലി പറയുന്നു. ഞാനും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് എക്സിബിഷനിലേക്ക് പോവുകയാണ്. നീയും വരാൻ വേണ്ടി അവൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് കേട്ട് ഫെലി ഹാപ്പിയായി ഓക്കെ പറയുന്നു. ഇതെല്ലാം രാഗയും കേൾക്കുന്നുണ്ട്. എൻ്റെ അസൈൻമെന്റ് ഞാനും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സോ ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവനും അവരുടെ കൂടെ പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഹെൽഗയും നാവിറോയും അവരവരുടെ ഫീലിങ്സ് മോണിക്കയോട് കൺഫസ് ചെയ്യാനായി അവളെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാണ്. ആദ്യം ആര് കൺഫസ് ചെയ്യുന്ന പേരിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റ് ഒരുപാട് കുളമാകാതിരിക്കാൻ വേണ്ടി നാവിറോ ഒരു ഐഡിയ പറയുന്നു. നമുക്ക് കോയിൻ ടോസ് ചെയ്യാം. ആരാണോ ജയിക്കുന്നത് അവർ ആദ്യം കൺഫസ് ചെയ്യുമെന്ന് നാവിറോ പറയുന്നു. ഹെൽഗയെ സമ്മതിക്കുന്നു. അവർ കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. ആരാണ് ജയിച്ചെന്ന് നോക്കാൻ തുടങ്ങുമ്പോൾ മോണിക്ക അവിടേക്ക് വരുന്നു. അത് കാരണം റിസൾട്ട് അവർക്ക് നോക്കാനും പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഈ കോയിനുമായിട്ട് എന്ത് ചെയ്യായിരുന്നു എന്ന് മോണിക്ക ചോദിക്കുമ്പോൾ ഇന്ന് ഫുഡ് ആര് പേ ചെയ്യുന്ന ഡിസൈഡ് ചെയ്യായിരുന്നു എന്ന് നാവിറോ പറയുന്നു. എന്നിട്ട് റിസൾട്ട് എന്താണ്, ആരാണ് പേ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹെൽഗ റിസൾട്ട് നോക്കുന്നു. അവനാണ് കോയിൻ ടോസിൽ ജയിക്കുന്നത്. ഹെൽഗ പേ ചെയ്യുമെന്ന് നാവിറോ പറയുന്നു. മോണിക്ക ഹാപ്പി ആകുന്നു. രണ്ടുപേരും അവളോട് ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട്. മോണിക്ക ഓർഡർ ചെയ്യാൻ വേണ്ടി ഫോൺ നോക്കുമ്പോൾ ഹെൽഗയും നാവിറോയും പരസ്പരം ഓരോ സിഗ്നൽ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹെൽഗ എണീറ്റ് മോണിക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. നാവിറോ എണീറ്റ് മോണിക്കയ്ക്ക് ഒരു ടെഡ്ഡി ബെയർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ട് അവൾ ഒരുപാട് കൺഫ്യൂസ് ആകുന്നു. എന്നിട്ട് അവർ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്നെയെന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേട്ട് രണ്ടുപേരും കൺഫ്യൂസ് ആകുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഡാഡിൻ്റെ കൂടെ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരുടെ ഹാർട്ട് ബ്രേക്ക് ആകുന്നുണ്ട്. ഞാൻ ലണ്ടനിലേക്ക് പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തന്നെയെന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗിഫ്റ്റ് തന്നെയെന്ന് നാവിറോ പറയുന്നു. ഹെൽഗയും ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ മോണിക്കയ്ക്ക് അപ്പോഴും കാര്യം മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരിലും ആരോടാണ് നിനക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഉള്ളതെന്ന് ഹെൽഗ ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരിലും ആരുടെയും ഫീലിങ്സ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എനിക്കിഷ്ടമല്ല. മാത്രമല്ല ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ പറയുന്നു. രണ്ടാളോടും മോണിക്ക സോറി പറയുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുപാട് സാഡായിരുന്നു. ഇവരെ ചിയർ ചെയ്യാൻ മോണിക്ക അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവർ മൂന്നുപേരും എക്സിബിഷനിലേക്ക് വരുന്നു. രാഗയ്ക്ക് റൈറ്റിലേക്ക് പോകണം, ജോർദൻ ലെഫ്റ്റിലേക്കും. രണ്ടുപേരും ഫെലിയോട് അവരുടെ കൂടെ വരാൻ പറയുന്നു. ഫെലി ആ കൺഫ്യൂസ് ആകുന്നുണ്ട്. സോ അവൾ നേരെ പോകുന്നു. മൂന്നുപേരും എക്സിബിഷനിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. രാഗയും ജോർദനും ഫെലിയുടെ കൂടെ നടക്കുകയാണ്. നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഫെലി അവരുടെ മൂന്ന് പേരുടെയും ഒരു സെൽഫി എടുക്കുന്നുണ്ട്. പക്ഷേ രാഗയ്ക്ക് ഈ ഫോട്ടോ അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അവൻ അവൻ്റെ ഫോൺ എടുത്ത് അവരുടെ മൂന്ന് പേരുടെയും സെൽഫി എടുക്കുന്നു. നമുക്ക് ഇന്നിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല.
ഇന്ന് ഡാഡിൻ്റെ ബർത്ത്ഡേ ആണെന്ന് രാഘ പറയുന്നു. ഇന്ന് മിസ്റ്റർ ജോഹാൻ്റെ ബർത്ത്ഡേ ആണോ? നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തോന്ന് ഫെലി അവരോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നോർമലി ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വരികയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വെളിയിൽ പോയി ഫുഡ് കഴിക്കാറുള്ളതെന്ന് ജോർദൻ പറയുന്നു. ഇത് കേട്ട് ഫെലി, നമുക്കിന്നൊരു കാര്യം ചെയ്യാം, മിസ്റ്റർ ജോഹാന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിന്നർ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് ഫെലി പറയുന്നു. ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാഡിന് ഇഷ്ടപ്പെട്ട സീ ഫുഡ് ഡിഷ് ഉണ്ടാക്കാൻ ഷെഫിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജോർദൻ പറയുന്നു. ഇത് കേട്ട് ഫെലി എന്തോ ആലോചിക്കുന്ന കണ്ട് എന്തു പറ്റിയെന്ന് ജോർദൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് സീ ഫുഡ് അലർജിയാണ്, കഴിക്കുമ്പോഴെല്ലാം ഇച്ചിങ് ഫീൽ ചെയ്യാറുണ്ടെന്ന് അവൾ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷെഫിനോട് മെനു ചേഞ്ച് ചെയ്യാൻ പറയാമെന്ന് അവൻ പറയുന്നുണ്ട്. ജോർദനോട് താങ്ക്സ് പറഞ്ഞ ശേഷം ഫെലി വാഷ്റൂമിലേക്ക് പോകുന്നു. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലേ ഫെലിയുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ. നീ അവളുമായി ഇത്രയും ക്ലോസ് ആകുന്ന കാരണം ഫെലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഞങ്ങളുടെ പ്ലാൻ എല്ലാം ഫെയിൽ ആകുകയാണ്. അവൾക്ക് വീട്ടിൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാറില്ലെന്ന് രാഘ പറയുന്നു. ഫെലി അവിടെ ഉള്ളതിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഇൻഫാക്റ്റ് അവൾ നമ്മുടെ കൂടെ താമസിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരാണ്? ഡാഡാണ് അവളെ നമ്മുടെ കൂടെ താമസിക്കാൻ കൊണ്ടുവന്നതെന്ന് ജോർദൻ പറയുന്നു. ഇത് കേട്ട് രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഫെലി അവിടേക്ക് വരുന്നു. രാഗ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. രാഗ എവിടെ പോയതാണ്, ഇവന് പെട്ടെന്ന് എന്തു പറ്റിയെന്ന് ഫെലി ജോർദനോട് ചോദിക്കുന്നു. ജോർദൻ മറുപടി ഒന്നും പറയാതെ ആകുമ്പോൾ ഇവനെന്താ ബൈപ്പോളർ ആണോന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ജോർദൻ സ്മൈൽ ചെയ്യുന്നു. അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രാഗ ഷെഫിനെ കോൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരുപാട് സീ ഫുഡ് ഉള്ള ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ കഴിക്കുന്നവർക്ക് അതിൽ സീ ഫുഡ് ഉണ്ടെന്ന് അറിയാനും പാടില്ലെന്ന് രാഗ പറയുന്നു. ഷെഫ് സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഡൈനിങ് റൂമിൽ എല്ലാവരും മിസ്റ്റർ ജോഹാന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. മിസ്റ്റർ ജോഹാൻ തൻ്റെ മക്കളോടും ഫെലിയോടും താങ്ക്സ് പറയുന്നു. ലാസ്റ്റ് ടൈം നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി, പക്ഷെ ഇത്തവണ മറന്നില്ല എന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. ഞങ്ങൾ മറന്നില്ലായിരുന്നു, പക്ഷെ ഓർത്തത് ലേറ്റായിട്ടാണെന്ന് ഹെൽഗ പറയുന്നു. കാൻഡിൽ ബ്ലോ ചെയ്യാൻ ജോർദൻ തൻ്റെ ഫാദറിനോട് പറയുന്നുണ്ട്. അദ്ദേഹം കാൻഡിൽസ് എല്ലാം ബ്ലോ ചെയ്യുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുന്നു. ഫെലിയും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിൽ സീ ഫുഡ് ഉണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ജോർദന് അപ്പോഴൊരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് വായിച്ച് അവൻ ഹാപ്പിയാകുന്നു. സത്യത്തിൽ ഈ മെസ്സേജ് ഒരു റെക്കോർഡ് ലേബലിൽ നിന്നാണ്. അവർക്ക് ജോർദൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമായെന്നും അവരെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരണം എന്നാണ് ജോർദന് മെസ്സേജ് വന്നിരിക്കുന്നത്. ജോർദൻ സ്മൈൽ ചെയ്യുന്നത് ഫെലിയും മിസ്റ്റർ ജോഹാൻ നോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് ഫെലി ചോദിക്കുന്നു. ലാസ്റ്റ് മന്ത് ഞാനൊരു കോമ്പറ്റീഷനിൽ പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജയിക്കുകയും ചെയ്തു. ഒരു റെക്കോർഡ് ലേബലിന് എൻ്റെ സോങ് ഇഷ്ടമായി. നാളെ അവരുടെ ഓഫീസിൽ ചെന്ന് ഡെമോ സോങ് കേൾപ്പിക്കാൻ പറഞ്ഞു എന്ന് ജോർദൻ പറയുന്നു. ഇത് കേട്ട് ഫെലി ഒരുപാട് ഹാപ്പിയാകുന്നു. മിസ്റ്റർ ജോഹാനും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അദ്ദേഹം രാഗയോട് അവൻ്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് ചോദിക്കുന്നു. കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് അന്വേഷിക്കുകയാണെന്ന് രാഘ ഫാദറിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജോർദൻ്റെ ഫേസിലെ സ്മൈല് മായുന്നുണ്ട്. ഫെലി ഇത് നോട്ട് ചെയ്യുന്നു. രാഘ ഫെലിയെ ശ്രദ്ധിക്കുന്നു. ഫെലിക്ക് പെട്ടെന്ന് ഫേസിലെല്ലാം ഒരുപാട് ഇച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തു പറ്റിയെന്ന് രാഘ മനഃപൂർവ്വം അവളോട് ചോദിക്കുന്നു. തനിക്ക് ഇച്ചിങ് ഫീൽ ചെയ്യുന്ന ഫെലി പറയുന്നുണ്ട്. രാഘ വന്ന് ഫെലിയുടെ ഫുഡ് ചെക്ക് ചെയ്യുന്നു. നീ സീ ഫുഡാണ് കഴിക്കുന്നത്. നിനക്ക് സീ ഫുഡ് അലർജി ഉണ്ടെന്ന് അറിയാമെങ്കിൽ ശ്രദ്ധിച്ച് കഴിക്കാൻ പാടില്ലേന്ന് ചോദിച്ച് രാഘ അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇത് സീ ഫുഡ് ഉണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഫെലി പറയുന്നു. നിനക്ക് വേണ്ടി ഡോക്ടറിനെ വിളിക്കണമെന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ അലർജി മാറുമെന്ന് ഫെലി പറയുന്നു. ഇച്ചിങ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി പൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. മിസ്റ്റർ ജോഹാൻ അവളുടെ അടുത്തേക്ക് വന്ന് നീ ഇതുവരെ ഉറങ്ങാൻ പോയില്ലേന്ന് ചോദിക്കുന്നു. പക്ഷേ ഫെലിക്ക് അപ്പോൾ ഇച്ചിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഡോക്ടറിനെ വിളിക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്ന് ഫെലി പറയുന്നുണ്ട്. അദ്ദേഹം അവിടുന്ന് പോകുന്നു. ജോർദൻ അവളുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ ഷെഫിനോട് പറഞ്ഞ് വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിശപ്പുണ്ടെങ്കിൽ നീ പോയി കഴിക്കാൻ പറയുന്നു. തനിക്ക് വേണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ജോർദൻ നോക്കുമ്പോൾ അവളുടെ ഫേസ് മുഴുവൻ ഒരുപാട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നീ ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അവൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്ന് ഫെലി അവനോടും പറയുന്നു.
ഇത്രയും എക്സൈറ്റിംഗ് ന്യൂസ് കിട്ടിയിട്ടും നിന്റെ ഫേസിൽ എന്താ ഒരു ഹാപ്പിനെസ്സും ഇല്ലാത്തതെന്ന് ഫെലി അവനോട് ചോദിക്കുന്നു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഡാഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ അദ്ദേഹം രാഗയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഈ ന്യൂസിൽ ഞാനല്ലാതെ മറ്റാരും ഈ വീട്ടിൽ ഹാപ്പി അല്ലെന്നും അവൻ പറയുന്നു. ഈ റെക്കോർഡ് ലേബൽ കമ്പനി ഒരുപാട് വലുതാണെന്നും അവരുടെ കയ്യിൽ നിന്ന് മെയിൽ കിട്ടുന്നത് വലിയ കാര്യമാണെന്നും ജോർദൻ പറയുന്നു. പക്ഷെ തൻ്റെ അച്ചീവ്മെൻറ്റിൽ ആരും ഹാപ്പി അല്ലെന്നാണ് ജോർദന് തോന്നുന്നത്. നിന്റെ അച്ചീവ്മെൻറ്റിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് ഫെലി പറയുന്നു. എന്നിട്ട് അവൻ്റെ കൂടെ നാളെ ഡെമോ സോങ് കേൾപ്പിക്കാനായി ആ കമ്പനിയിൽ താനും വരട്ടെ എന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. അവൾ അവനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ജോർദൻ സ്മൈൽ ചെയ്ത് സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഫെലി എണീറ്റ് അവളുടെ ഫേസ് മിററിൽ കാണുമ്പോൾ അവൾ തന്നെ ഷോക്കാകുന്നുണ്ട്. ഫേസ് മുഴുവൻ ഒരുപാട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഫുൾ റെഡ് കളർ. പക്ഷെ എന്നിട്ടും ഫെലി ജോർദൻ്റെ കൂടെ റെക്കോർഡ് ലേബൽ കമ്പനിയിലേക്ക് വരുന്നു. അത് മാസ്കും ഗ്ലാസ് എല്ലാം ധരിച്ച്. എല്ലാവരും അവളെ ഒരുപാട് വിയേർഡായിട്ടാണ് നോക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ജോർദൻ അവളോട് പറയുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ബായും അവിടേക്ക് വരുന്നു. മിസ്റ്റർ ബായുമാണ് റെക്കോർഡ് ലേബൽ കമ്പനിയിൽ നിന്ന് ജോർദന് മെയിൽ അയച്ചത്. മിസ്റ്റർ ബായും ഫെലിയെ നോക്കി അവളുടെ ഈ കോലം കണ്ട് നിന്റെ ഫ്രണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റി ആണോ എന്ന് ചോദിക്കുന്നു. അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഡെമോ സോങ് കേൾക്കാനായി ജോർദനോട് റൂമിലേക്ക് വരാൻ പറയുന്നു. അവരുടെ കൂടെ ഫെലി റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ജോർദൻ അവളെ തടയുന്നുണ്ട്. നീ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ അവൻ പറയുന്നു. പക്ഷെ എനിക്കും നിന്റെ ഡെമോ സോങ് കേൾക്കണമെന്ന് ഫെലി പറയുന്നുണ്ട്. എൻ്റെ സോങ് ഒരു ദിവസം ഞാൻ നിന്നെ കേൾപ്പിക്കും, പക്ഷെ ഇന്നല്ലെന്ന് അവൻ പറയുന്നു. ഫെലി അവനെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുന്നുണ്ട്. ജോർദന് ഡെമോ സോങ് കേട്ട ശേഷം ബായും അവനെ ഒരുപാട് പുകഴ്ത്തുന്നു. അദ്ദേഹത്തിന് ആ സോങ് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. തൻ്റെ കമ്പനിയുമായി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ മിസ്റ്റർ ബായും അവനോട് പറയുന്നു. അവൻ ഒരുപാട് ഹാപ്പിയാകുന്നു. കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ശേഷം നീ കമ്പനിയിലേക്ക് കുറച്ച് പണം തരേണ്ടി വരും. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യല്ല. നീ ഈ കണ്ടീഷന് വില്ലിങ് ആണെങ്കിൽ മാത്രം കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ മതിയെന്ന് മിസ്റ്റർ ബായും അവനോട് പറയുന്നു. ഇത് കേട്ട് ജോർദൻ എന്തോ ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സോഫയിൽ കിടന്ന് ഫെലി ജോർദനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവൾ സ്മൈൽ ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ രാഗ അവിടേക്ക് വരുന്നു. അവളിങ്ങനെ കിടന്നുറങ്ങുന്ന കാണുമ്പോൾ അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. നീ ഒരുപാട് അനോയിങ് ആണെന്ന കാര്യം സത്യമാണ്, പക്ഷെ എന്നാലും നിന്നോട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞ് അവൻ അവളോട് സോറി പറയുന്നു. ഫെലിയുടെ അലർജി പെട്ടെന്ന് മാറാനായി അവൻ അവൾക്ക് വേണ്ടി മെഡിസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ ഫെലി കിടക്കുന്നത് കംഫർട്ടബിൾ ആയിട്ടല്ല. സോ അവൾക്ക് സുഖമായി കിടക്കാനായി തലയിൽ പില്ലോ വയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫെലി ഉറക്കത്തിൽ രാഗയെ തൻ്റെ അടുത്തേക്ക് പുള്ളി ചെയ്യുന്നു. എന്നിട്ട് അവനെ ഹഗ് ചെയ്ത് കിടക്കുന്നുണ്ട്.